എനിക്കൊരു അബദ്ധം പറ്റി. ആണെങ്കിലും സമയം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു ഇതായിരുന്നു 2-3-4 ദിവസമായിട്ട്. ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നുണ്ടല്ലോ, ഇന്ന് മെയ് 1 തീയതി. ഈ വീഡിയോ ഞാൻ നാളെ തന്നെ ഇടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇന്ന് ശ്രീഹരിക്ക് ലീവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ലതായിട്ട് എന്തെങ്കിലും ടേസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന്. വീക്ക് ഡേ ആണെങ്കിലും അപ്പം ഞാൻ കേരമീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. കാരണം ഫിഷ് ബിരിയാണി, ഞാൻ ആദ്യമായിട്ട് ഫിഷ് ബിരിയാണി വെക്കുന്നത് കേരമീൻ കൊണ്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫിഷ് ബിരിയാണി വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നെയ്മീൻ കൊണ്ടും വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണിയുടെ ഒക്കെ നെയ്മീൻ കൊണ്ട് ഒക്കെ എന്താ പറയുന്നത് വെച്ചാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇന്നിപ്പം ഇന്ന് ലീവ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആ കേരമീൻ കൊണ്ടൊരു ബിരിയാണി വെക്കാം. വലിയ എന്താ പറയുന്നത്, ഒത്തിരി ഇതൊന്നും എൻ്റെ കയ്യിൽ മല്ലിയില, പുതിനയില ആ ടൈപ്പ് വകകളൊന്നും ഇരിപ്പില്ല. പിന്നെ ഞാൻ ഉള്ളിയൊന്നും വറുത്തിടുക അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ബിരിയാണി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത് സ്ഥിരം ചോറും കൂട്ടാനും കഴിച്ചപ്പോൾ കുറച്ച് നാളായി. ഞാൻ ബിരിയാണി വെച്ചിട്ട് കുറച്ച് ആയെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ കഴിച്ചപ്പോഴത്തേനും ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഫിഷ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫിഷ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷിന്റെ മാരിനേഷൻ ഒന്നുമില്ല. ഞാൻ ചെയ്യുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി ഇതെല്ലാം കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി എന്താ പറയുന്നത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് മഴയും ഇടിയും ഒന്നും വന്നില്ലെങ്കിൽ പുറത്ത് പോകണം. കുറച്ച് എന്താ പറയുന്നത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് പോവില്ല എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞത്തെ പ്രകൃതി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും. കാരണം മിക്കവാറും ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. ഇന്നലെ പക്ഷെ മഴ പെയ്തല്ലോ, പക്ഷെ ഭയങ്കരമായിട്ട് മൂടിക്കിടന്നൊരു വല്ലാത്തൊരു ഇതായിരുന്നു. മഴ കുറച്ച് ഈ മൂടിക്കിടക്കുന്ന അത്രയും ഒരു ശക്തിയിലൊന്നും മഴ പെയ്യുന്നുമില്ല. അപ്പോൾ ഇപ്പം നല്ല വെയിലാണ്, ചൂടുമുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല ചൂടാണ്. അപ്പൊ ഇനി നമുക്ക് എന്താ പറയുന്നത് മീൻ വറക്കാം. മീൻ വറുത്തിട്ട് നമുക്ക് ഞാൻ ഇത് ഉള്ളിയും ഇതൊന്നും അരിഞ്ഞിട്ടില്ല. ഞാൻ ഗീ റൈസ് ഓൾറെഡി വെച്ചു. അത് ഞാൻ പിന്നെ പറയാം. ഗീ റൈസ് ഞാൻ ഓൾറെഡി വെച്ചു കാരണം എളുപ്പമുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഫിഷ് ബിരിയാണി വെക്കുന്നത് ഒരു ഫിഷ് റോസ്റ്റ് പോലെ ഏകദേശം ഉണ്ടാക്കിയിട്ട് അങ്ങ് ദം ഇടുവാണ്. എൻ്റെ ഒരു സിമ്പിൾ ഫിഷ് ബിരിയാണി എന്ന് പറയുന്നതാണ്. ഗീ റൈസും വെക്കും, ഒരു ഫിഷ് റോസ്റ്റ് പോലെ ഉണ്ടാക്കും, അങ്ങ് ദം ഇടും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഫിഷ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ അല്ല, സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെ ഞാൻ വറക്കും. എനിക്ക് ബിരിയാണിക്കകത്ത് അങ്ങനെ മീൻ നല്ലതായിട്ട് നമ്മൾ സാധാരണ വറക്കുന്ന ഒരു മീൻ വറക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഇങ്ങനെ വെന്ത് അങ്ങ് ഇരിക്കുന്നതിൽ എനിക്ക് ഇച്ചിരി മീൻ വറക്കുന്ന ഇച്ചിരി മൂത്തിരിക്കും ഇഷ്ടം. അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ വറക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ബിരിയാണിക്ക് ഓയിലാണെന്ന് തോന്നുന്നു, ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ ബിരിയാണിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി വറുത്തതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളി വറുത്ത് ഇട്ടാൽ മതി, എന്നിട്ട് മീൻ വറക്കുക. പക്ഷെ ഞാൻ ഉള്ളി വറക്കുന്നില്ല ഇത്തവണ. അതൊന്നും ഉള്ളി, കശുവണ്ടി, കിസ്മിസ് ആ വക ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ നമുക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എളുപ്പമെന്നോ. ഞാനിത് നേരത്തെ ആക്ച്വലി ഈ ലീവിൻ്റെ കാര്യം ഓർത്തില്ല, ഇങ്ങനൊരു ലീവ് ഉണ്ടെന്നുള്ള കാര്യം. ഇന്നലെയാണ് മെയ് 1 തീയതി ലീവാണെന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അപ്പം ഞാനുണ്ടല്ലോ, ഇന്നലെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വീഡിയോ എടുത്തിട്ട് പിന്നുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല.
എന്തോ എനിക്ക് സമയം കിട്ടിയില്ല, വേറെ കുറെ പരിപാടികളിൽ അങ്ങ് പോയി. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് ഒരു എന്താ പറയുന്ന ഈ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും സമയം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു ഇതായിരുന്നു 2-3-4 ദിവസമായിട്ട്. അപ്പം ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ ശനിയാഴ്ചത്തെ വ്ലോഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനൊരു അവധി കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു വ്ലോഗ് ചെയ്യാം. വൈകുന്നേരം മിക്കവാറും പോവായിരിക്കും. ഇപ്പോൾ ലക്ഷണമൊന്നും കാണുന്നില്ല മഴയുടെ. ഇപ്പം മീനാപ്പാട് ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു നേരത്തേക്കുള്ള ബിരിയാണിയെ കാണത്തുള്ളൂ മിക്കവാറും. പിന്നെ ശക്കല അങ്ങനെ അധികം വന്നാലേ ഉള്ളൂ. കാരണം അധികം ഇല്ല, മീൻ അധികം ഇരുത്തില്ലായിരുന്നു. എന്താ പറയുന്നത്, ഇനി എത്ര കാണും? ഇതൊരു അര കിലോ മേടിച്ചായിരുന്നു. 1/2 കിലോ മേടിച്ചു. ഇതൊരു 1/4 കിലോ കാണത്തുള്ളൂ. പകുതി ഇരുന്നതായിരുന്നു ഞാൻ എടുത്തത്. അപ്പം മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും സബോള, ഇഞ്ചി, വെളുത്തുള്ളി ആ വക ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെ, എനിക്കൊരു അബദ്ധം പറ്റി. തക്കാളി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തക്കാളി മേടിക്കാൻ മറന്നുപോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, കാരണം ഇരിപ്പുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്നലെ ഞാൻ തക്കാളി ഉപയോഗിച്ചോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ആ തക്കാളിയുടെ പാത്രം എടുത്തപ്പോൾ കംപ്ലീറ്റ് തീർന്നിരിക്കുന്നു. തക്കാളി ഇല്ലാതെ ബിരിയാണി വെക്കാം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി. സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ബിരിയാണികളിലാണ് തക്കാളി ചേർക്കുന്നത്. ഈ ഹൈദരാബാദി ബിരിയാണി ഇല്ല, നോർത്ത് ഇന്ത്യൻ ബിരിയാണികളിൽ, പ്രത്യേകിച്ച് ഹൈദരാബാദി ബിരിയാണീസിൽ തക്കാളി ചേർക്കത്തില്ല. നമ്മളാണ് ശരിക്കും തക്കാളി ചേർക്കുന്നത്. ഹൈദരാബാദി ബിരിയാണീസിൽ തക്കാളി ചേർക്കാറില്ല. പോട്ടെ, സാരമില്ല. ഇന്നൊന്നും അപ്പം പ്രത്യേകിച്ചില്ല. ഇനി അതൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ മറന്നുപോയതാ. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞാൻ വാങ്ങിയില്ല. എനിക്ക് തോന്നുന്നു എന്നെ ഇരിപ്പുള്ളതുകൊണ്ടാണ് ആ ഒരു ബോധത്തിലാണെന്ന് തോന്നിപ്പോകുന്നത്. എല്ലാ ആഴ്ചയും ശകലം വാങ്ങുന്നത്. പക്ഷെ ഇതെന്തോ എൻ്റെ മൈൻഡിൽ തക്കാളി ഇരിപ്പുണ്ടോ അങ്ങനെ ആയിരുന്നു. സാരമില്ല. അപ്പം ഞാൻ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഉരുക്കി റെഡിയാക്കി എടുക്കണം. ഞാനുണ്ടല്ലോ ഇതില്ല, 2 സബോള ഉള്ളൂ ആകെപ്പാട്. ഒത്തിരി ഒന്നും സബോള അരിയാനില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റേ സ്ലൈസർ എടുക്കാഞ്ഞത്. കാരണം വളരെ കുറച്ചല്ലേ വെക്കുന്നുള്ളൂ. ഒരു നേരം, മറ്റേ ഞാൻ മിക്കവാറും ബിരിയാണി വെക്കുമ്പോൾ 2 നേരം കഴിക്കാനായിട്ടാണ് വെക്കാറ്. ഇച്ചിരി കൂടുതലെടുക്കും. പക്ഷെ ഇപ്രാവശ്യം റൈസും 1 കപ്പ് റൈസേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 സബോള. പിന്നെ മീൻ ഏകദേശം എനിക്ക് 250 ഗ്രാം മീനേ ഉള്ളൂ തോന്നുന്നു. ഇത് നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ ഒന്ന് നോക്കട്ടെ. അപ്പൊ ഇതിന്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചതച്ച് ചേർക്കണേ. പിന്നെ തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ വിനാഗിരി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു പുളി ആ ഒരു മീനിന്റെ കഷ്ണത്തിൽ കാണും. മതിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. തക്കാളി ഇല്ലാതെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ നാടൻ ബിരിയാണി. ഹൈദരാബാദി ബിരിയാണിക്കൊന്നും ഒരു കുഴപ്പമില്ല. തക്കാളി ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് ഞാനൊരു വീഡിയോ ഹൈദരാബാദി ബിരിയാണി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. ഏകദേശമൊക്കെ ആയി. നമുക്കിത് മാറ്റിയിട്ട് വേണം ഈ സെയിം എണ്ണ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ സബോളയും തക്കാളി ഇതെല്ലാം തക്കാളി ഇല്ല, സബോള ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്.
നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണ ഇപ്പോൾ ഒഴിക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് പച്ചമുളകും കൂടെ ചതച്ചത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നല്ലതായിട്ട് വഴണ്ടി ഇതൊരു സെറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പ് ഫിഷ് ഫ്രൈ ചെയ്തതിനകത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിരിഞ്ഞിരുന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഞാൻ ഗീ റൈസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗീ റൈസ് അങ്ങനെ എന്താ പറയുന്നത്, സ്പെഷ്യലൊന്നും ഇല്ല. ഞാനെപ്പോഴും മിക്കവാറും ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, കാരണം കൂടുതലും എളുപ്പം എനിക്ക് കുക്കറിൽ വെക്കുന്നതാണ്. അല്ലാതെ വറ്റിച്ചെടുക്കുമ്പോഴത്തേനും എന്താണെന്നറിയത്തില്ല, വറ്റിച്ചെടുക്കുന്നതിലും പെട്ടെന്ന് നമുക്ക് കുക്കറിൽ വെച്ചാവും. അപ്പം ഞാൻ രാവിലെ ഗീ റൈസ് വെച്ചു. അപ്പം പാടൊന്നുമില്ല. ഞാൻ 1 കപ്പ് റൈസ് ഇത്തവണ എടുത്തിട്ടുള്ളൂ. സബോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഗീ റൈസ് വെക്കുന്ന വെളിച്ചെണ്ണയിലാണ്, വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ്. അപ്പം ഒരു കുക്കറിനകത്തേക്ക് എന്താ പറയുന്നത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ സബോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഉപ്പ് രസം വേണമെന്നാണ് പറയുന്നത്. ആ ഉപ്പ് രസം വെള്ളത്തിന് വേണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി കൊരി അങ്ങ് ഇട്ട് കൊടുക്കല്ല. സാധാരണയിലും കുറച്ച് മുന്നിട്ട് നിൽക്കണമെന്ന് തോന്നുന്നു, കുറച്ച് കൂടുതലായിട്ട് ഇടണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് റൈസ് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച റൈസാണ്. അതിട്ട് എന്താ പറയുക കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അതാണ് കുക്കറിലെ എൻ്റെ കണക്ക്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് ഒറ്റ വിസിൽ അടിച്ചാൽ മതി. കൂടുതൽ വിസിൽ അടുപ്പിക്കല്. ഒറ്റ വിസിൽ വെച്ച് അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ റൈസ് പാകത്തിന് വെന്തിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴണ്ടോട്ടെ, കാരണം ഒന്നാമത് ഉള്ളി മാത്രമേ ഉള്ളൂ. ഉള്ളി നന്നായിട്ട് വഴലുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരും. വഴണ്ടതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യമൊക്കെ വഴണ്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഇത് ചെയ്യുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഞാൻ ഒത്തിരി അങ്ങനെ എണ്ണ ചേർത്തിട്ടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നത്. അത് എണ്ണയുടെ കുറവ് കൊണ്ടാണ്. ഞാൻ ഇച്ചിരി എന്താ പറയുന്നത് കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു ഇന്ന്. അതുകൊണ്ട് ഇനി എന്നത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിന്റെ പീസസ് ഇടാം. ഇത് കുറച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്കൊരു കുറച്ച് നേരം അടച്ചു വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വേകട്ടെ. പിന്നെ
പിന്നെ ഉണ്ടല്ലോ, ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ചതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇന്നെന്തോന്നല്ല, എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ പിന്നെ ഞാൻ ആ ക്യാൻ കവറിൽ കിട്ടുന്നതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. പെട്ടെന്ന് തീരുമാനിച്ച എന്തായാലും തക്കാളി ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും ബിരിയാണി എങ്ങനെ പോകുന്നു എന്നെങ്കിൽ നമുക്ക് നോക്കാം. വെള്ളം കുടിക്കട്ടെ. നല്ല ചൂടുണ്ട് ഇപ്പൊ ഇവിടെ. പിന്നെ വേറെ എന്തായിരുന്നു, ഇന്ന് എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉള്ള ദിവസമാണ്. ഞാൻ കറക്റ്റായിട്ട് 8 മണിക്കൊക്കെ തന്നെ തുടങ്ങി. പക്ഷെ ഇന്നലെ മിനിങ്ങാന്നും 2 ദിവസം നല്ല വൃത്തിയായിട്ട് എടുത്തു. പക്ഷെ ഇന്നലെ മിനിങ്ങാന്നല്ല, ഇന്ന് വ്യാഴമല്ലേ, തിങ്കൾ ചൊവ്വ ബുധൻ നല്ലതായിട്ട് തന്നെ എടുത്തു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല, പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത് അവിടെ ഇരുന്ന് ആകട്ടെ, ആയതിനു ശേഷം നമുക്ക് കാണാം. ഞാനൊരു ഫിഷ് റോസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എനിക്ക് ഒന്നും ചേർക്കാനില്ല. അതുകൊണ്ട് കുറച്ച് നെയ്യ് നമുക്ക് മുകളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ, വേറൊരു പരിപാടിക്കും പോകുന്നില്ല. ഇനി നമുക്കതങ്ങ് ഇതുകൊണ്ട് തന്നെ അടച്ച് അങ്ങ് വെക്കാം. ഒരു തട്ടിക്കോട്ട് ബിരിയാണി ഇല്ലേ, ഇതുകൊണ്ട് തന്നെ അടച്ചങ്ങ് വെക്കാം. ഈ ദോശക്കല്ലത്തിലേക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഫുൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി സമയം കുറച്ചു. ആക്ച്വലി ഇതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഫിഷിന്റെ മസാല ഉണ്ടാക്കിയപ്പം അതിനകത്ത് ഞാൻ ഗരം മസാല ഒന്നും ചേർത്തില്ല. ഞാൻ വളരെ കുറവാണ് മീൻ ബിരിയാണി വെക്കുമ്പോൾ അതിനകത്ത് ഗരം മസാല ചേർക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നിയ ഒരു പൊടിക്ക് ഗരം മസാല ചേർക്കും, അല്ലെങ്കിൽ പെരുംജീരകം ചേർക്കും, അങ്ങനെ. അത് പിന്നെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം റൈസിനകത്ത് ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു ഫ്ലേവർ എൻ്റെ ഫിഷ് ബിരിയാണിക്കകത്ത് ഗരം മസാലയുടെ കാണത്തുള്ളൂ. എനിക്ക് എന്തുകൊണ്ടോ ഫിഷിൻ്റെ കൂടെ ഒരു താല്പര്യക്കുറവാണ്. ഒത്തിരി ഗരം മസാലയുടെ ടേസ്റ്റ് ഫിഷിന് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു ഫ്ലേവർ ജസ്റ്റ് വരത്തേ ഉള്ളൂ. ഞാൻ സാധാരണ വെക്കാറ്. അപ്പോൾ പ്രത്യേകിച്ച് കേരയ്ക്ക്, നെയ്മീന് ഞാൻ പിന്നെയും ചേർക്കും. കേര പോലുള്ള മീൻ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ വളരെ കുറവായിരിക്കും ഗരം മസാലയുടെ. ഗീ റൈസിലുള്ള ഗരം മസാലയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അല്ല 5 മിനിറ്റ് വേണ്ട, കുറച്ച് നേരം ഒന്ന് കൂട്ടി വെച്ചിട്ട്, ചിലപ്പോൾ മസാല അടിയിലൊക്കെ കരിഞ്ഞു പോയല്ലോ എനിക്കൊരു പേടി. അപ്പം ബാക്കി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നതൊന്ന് സെറ്റ് ആവട്ടെ. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് വെക്കുന്നുള്ളൂ. വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ലെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും. ഗീ റൈസ് ചിക്കനും എന്നൊക്കെ പറയുമ്പോൾ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാക്കാം. നമ്മളിപ്പം റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മത്സരത്തിനൊന്നും അല്ലല്ലോ, നമുക്ക് തന്നെ കഴിക്കാനല്ലേ. പിന്നെ പുറത്തുനിന്ന് ആരും വന്ന് കൊടുക്കുകയൊന്നും അല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, കുഴപ്പമില്ല. എനിക്ക് ഇതിനകത്ത് ഞാൻ ഓടാൻ പോവുക. ഇനിയും ഒന്നുമില്ല, ഇനി കുറച്ച് സാലഡും കൂടെ എടുക്കും. അത് പിന്നെ കുക്കുമ്പറും ക്യാരറ്റുമാണ്. തൈര് ഒഴിച്ചെടുക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. സമയം ഇപ്പം ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. 11:45 കഴിഞ്ഞു. ഇനി ഇതൊരു 12:30 ആകുമ്പോഴത്തേനും നമുക്ക് 1 മണിയാകുമ്പോഴേ ഞാൻ തുറക്കുന്നുള്ളൂ. ഒരു 12 മണി 12:15 ആകുമ്പോഴത്തേനും ഇതങ്ങ് ഓഫ് ചെയ്ത് ഞാനിടും. അത് മതി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെന്താണ്, ഞാൻ പോവാം. ഇനിയിപ്പോൾ ഞാൻ ഇത് ബിരിയാണിയൊക്കെ എടുക്കാൻ നേരത്ത് കാണിക്കാം. ഞാൻ പൊരിയുടെ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെയൊക്കെ ചൂടും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കുന്നു. ഞാൻ പോവാം. അപ്പം നമുക്കിനി ബിരിയാണി പൊട്ടിക്കുന്ന സമയത്ത് കാണാം.
അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി ഇല്ലേ, വൈറ്റ് ഫീൽഡിലുള്ള, അവിടെ പോകാമെന്ന്. ചുമ്മാ അവിടെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. പിന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞങ്ങൾ ആ വൈറ്റ് ഫീൽഡ് ഭാഗത്തുള്ള ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലൊക്കെ പോയിട്ട്. അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ അല്ല, ഫിനിക്സ് മാർക്കറ്റ് സിറ്റി വൈറ്റ് ഫീൽഡിലേക്ക് പോകാം. പരിപാടി എന്താ? ഇവിടെ നല്ല കോഫിയുടെ മണമുണ്ട്. ആ കയറി വരുന്ന എൻട്രൻസിൽ ഭയങ്കര ഒരു സ്പ്രേയുടെ മണം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് പറ, ആദ്യത്തെ പരിപാടി എന്താ? ജീൻസോ? നോക്കാം. ഡ്രസ്ലെച്ചസ്. തിരക്ക്. ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കോഫിയൊക്കെ കുടിച്ചു. ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോം സെൻറ്ററിൽ കയറി. ചുമ്മാ കയറിയതാണ്. ഹോം സെൻറ്ററിൽ കയറി ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. വലുതായിട്ട് മേടിക്കാനൊന്നും ഇല്ല, ഒരു രസത്തിന് കയറിയതാണ് കാണാൻ വേണ്ടിയിട്ട്.
ഇവിടെ മഴ പെയ്തു, നമ്മുടെ അവിടെ മഴ പെയ്തെന്ന് തോന്നുന്നില്ല അല്ലേ? പക്ഷെ അതെ, എനിക്കിഷ്ടം ഫിനിക്സ് മാർക്കറ്റ് സിറ്റി. ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലും എനിക്കിത് ഇഷ്ടം. പണ്ട് നമ്മളിവിടെ സ്ഥിരം സിനിമ കാണാൻ വരുമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ് ഇങ്ങോട്ടേക്ക്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അല്ലെങ്കിൽ ബൈക്കിൽ വരാൻ, സ്കൂട്ടറിൽ വരാൻ ഒത്തിരി ലേറ്റ് ആവും. ഒത്തിരി നല്ല ബ്ലോക്കാണ് വരാനും. നമ്മൾ ആ കോവിഡ് കഴിഞ്ഞ ഇടയ്ക്കെല്ലാം തുറന്നപ്പോൾ മിക്കവാറും ഇവിടെ വരുമായിരുന്നു. ഹായ്, അപ്പോഴുണ്ടല്ലോ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നിപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 11:30 ആകാറുണ്ട്, കിടക്കാനൊക്കെ സമയം. ഞാൻ ഈ വീഡിയോ നാളെ തന്നെ ഇടണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ രാത്രി ഞാൻ എഡിറ്റ് ചെയ്ത് തീരുവാണെങ്കിൽ ഞാൻ നാളെ ഈ വീഡിയോ ഇടും. ഞാൻ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതങ്ങ് നാളെ ഇടാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡ് ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പം അതിനകത്ത് കുറച്ച് കമൻസ് ഒക്കെ എനിക്ക് വന്നു. അപ്പം അതിൽ ഒരു കമൻറ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കമൻറ്റാണ്, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു കമൻറ്റ്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം പ്രത്യേകം എനിക്കൊന്ന് ഫാസ്റ്റിംഗ് വിൻഡോയിലായിരിക്കും. ദയവ് ചെയ്ത് വെള്ളം കുടിക്കണം എല്ലാവരും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നമുക്ക് ഈറ്റിംഗ് വിൻഡോയിലും ഫാസ്റ്റിംഗ് വിൻഡോയിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കാം, അതിനൊരു കുഴപ്പമില്ല. വെള്ളത്തിൽ കലോറി ഇല്ലാത്തത് എല്ലാം നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്ക് കഴിക്കാമെന്നാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഇതിൽ പറയുന്നത്. അപ്പം വെള്ളം ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യില്ല ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫാസ്റ്റിംഗ് വിൻഡോയിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ള. അതൊരിക്കലും ചെയ്യില്ല. വെള്ളം കുടിക്കണം. ഈറ്റിംഗ് വിൻഡോയിലും ഫാസ്റ്റിംഗ് വിൻഡോയിലും ശരിക്കും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളുടെ രീതിയിൽ കുടിക്കണം. അത് സ്കിപ്പ് ചെയ്യല്. പിന്നെ അത് വലിയ വലിയ അസുഖങ്ങളിലേക്കുള്ള ഒരു പോക്കായിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വെള്ളമൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലേ അതൊക്കെ വലിയ അസുഖങ്ങളിലേക്കൊക്കെ പോകും. അതാരും ചെയ്യല്ല. നമുക്ക് നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്.
അപ്പം അതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാനത് പറയുന്നുണ്ട്, വെള്ളം ആരും സ്കിപ്പ് ചെയ്യില്ല, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ വീഡിയോ ചെയ്യുമ്പോഴേ ആരും സ്കിപ്പ് ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങനെ കമൻറ്റ് വന്നപ്പം എനിക്കത് പറയാൻ തോന്നി. ഇങ്ങനെ വെള്ളം അതൊരു തെറ്റിദ്ധാരണയാണ്, വെള്ളം കുടിക്കണം, വെള്ളം നല്ലപോലെ കുടിക്കണം അങ്ങനെ. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് അവരുടെ വെയിറ്റ് കുറഞ്ഞ് കുറേ പേർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് 3 കിലോയും 4 കിലോയും ഒക്കെ വെയിറ്റ് കുറഞ്ഞ കുറേ കമൻറ്റ്സ് എനിക്കൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് വണ്ണമുള്ളവർ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പം പതുക്കെ വെയിറ്റ് കുറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ഒരുമാതിരി രീതിയിൽ ആ ഒരു ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ചീറ്റ് ഡേ ഒക്കെ എടുത്ത് വല്ലപ്പോഴും 10 ദിവസം കൂടുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ചീറ്റ് ഡേ ഒക്കെ എടുത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും ഒരു കൊല്ലത്തിനകം നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് ആകും. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് കുറയും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോഴത്തേന്. പിന്നെ വന്നു കഴിഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ദോശ ഇട്ട് കഴിക്കുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് കുളമായി ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ആഴ്ചയിൽ 5 ദിവസം ഞാൻ എടുക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ മേദിനാണ് അവധി എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അപ്പം വൈകുന്നേരം പോയപ്പം ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഷുഗർ കഴിക്കാതിരിക്കുകയായിരുന്നു. കാരണം വിഷു കഴിഞ്ഞിട്ട്, വിഷുവിന് ഞാൻ പായസം ഉണ്ണിയപ്പോൾ ഒക്കെ കഴിച്ച് കുറച്ച് വെയിറ്റ് കൂട്ടിയായിരുന്നു, 1 കിലോളം കൂട്ടി. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച സത്യം പറഞ്ഞ് ഞാൻ ആ വെയിറ്റ് കുറച്ചെടുത്താണ്. ആ 1 കിലോ ഞാൻ കുറച്ചു. 63 ആയിരുന്നു. വീണ്ടും ഞാൻ ആ ഒരു 62ലേക്ക് വന്നതാണ്. അപ്പം ഞാൻ ആ ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പം ഞാൻ ഷുഗർ കഴിക്കുന്നില്ലായിരുന്നേ. ഇന്ന് മറ്റേ മോക്കാന്ന് പറഞ്ഞൊരു സംഭവമില്ല, അത് ശ്രീഹരി വെറ്റിച്ച പണിയാണ്. ശ്രീഹരിക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് ചോക്ലേറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 2 പേരും ഈ സംഭവം ഒരു ഗ്ലാസ് മുഴുവനും കുടിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തലവേദന ഭയങ്കരമായിട്ട് ഉണ്ടാക്കും 2 പേർക്കും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരെണ്ണം അങ്ങനെ വല്ലപ്പോഴും വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുള്ളൂ. ശ്രീഹരിയുടെ ഫേവറേറ്റ് ആണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശ്രീഹരി ഒരു മോക്കാം എന്ന് പറഞ്ഞ സംഭവം മറ്റേ ഒരു ക്യാപ്പച്ചിനോയും വാങ്ങിച്ചു. അങ്ങനെ അത് ഞങ്ങൾ 50-50 കഴിച്ചത്. അങ്ങനെ അത് കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ 2 ആഴ്ചയായിട്ട് കൊണ്ടുവന്നിരുന്ന എൻ്റെ ഷുഗർ പരിപാടി അവിടെ തീർന്നു. അത് പോട്ടെ, സാരമില്ല. പിന്നെ വന്നു കഴിഞ്ഞ് ഉടനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേന് വന്നു കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ കുറച്ച് ബിരിയാണിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും എന്നുവെച്ചാൽ ഒരു ഇച്ചിരിയേ ഉള്ളായിരുന്നു. അതും കുറച്ച് സാലഡും കൂടെ കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചു. ഒരു 7 മണിയായി. പിന്നെ ഇപ്പം നാളെ ഇനിയിപ്പോൾ 9 മണിയായിട്ടേ ഞാനപ്പോൾ തുടങ്ങത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്തെ ദിവസം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നല്ല ഫിഷ് ബിരിയാണി ആയിരുന്നു. വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. തക്കാളിയും ഞാൻ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചേർത്തില്ല. എണ്ണയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ച്. പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ശ്രീഹരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പതിവില്ലാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. നല്ല ഫിഷ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാനത് ഒന്നും ഇല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് രീതിയിലാണെങ്കിലും വെച്ചത് അവസാനം അത് നന്നായിട്ട് വന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.